ഈ രാജ്യത്തിനകത്തുള്ള പോക്കുപൗരന്മാരോട് തിരിച്ചു പോകണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. അതിന് കൃത്യമായിട്ടുള്ള സമയപരിധി നിശ്ചയിച്ചിരുന്നു. പോക്കുപൗരന്മാരെ കണ്ടെത്തി അവരെ തിരിച്ചേക്കേണ്ട ചുമതല ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതലയാണ്. ആ ചുമതല നിറവേറ്റാൻ എന്തുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തയ്യാറാക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശമനുസരിച്ചാണല്ലോ ജില്ലാ ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന ഭരണകൂടം ഈ കാര്യത്തിൽ ഉദാസീനപരമായി നിലപാട് സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം ഉയരുന്നത്. ടൂറിസ്റ്റ് വിസയിൽ വന്ന് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും കേരളത്തിൽ ജീവിക്കുന്ന ഈ ആളുകളെ കണ്ടെത്തി അവരെ തിരിച്ചേക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുന്നത്? ആരാണ് ഈ കോഴിക്കോട് നഗരത്തിലെ പൗരന്മാർക്ക് താമസിക്കാൻ ഇടത്താവളം ഒരുക്കി കൊടുക്കുന്നത്? പിണറായി വിജയന്റെ ഗവൺമെന്റ് ആരെയാണ് ഭയപ്പെടുന്നത്? കാശ്മീരിൽ പോയി ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് വിളിച്ചു പറയുന്ന ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും മുസ്ലിമാണോ എന്ന് ചോദിച്ച് വെടിവെക്കുന്ന ഈ ഭീകരവാദികൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് തയ്യാറാണ്. നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കഴിയുന്ന പാക് പൗരന്മാരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചപ്പോൾ അതിന് കടകവിരുദ്ധമായാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് BJPയുടെ സംസ്ഥാന നേതാവ് MT രമേശ്. ഇത്തരത്തിൽ 1000-ഓളം പേരാണ് നമ്മുടെ രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാരായി കഴിയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം ആദ്യത്തോടുകൂടി തന്നെ രാജ്യത്ത് കഴിയുന്ന മുഴുവൻ പാക് പൗരന്മാരോടും രാജ്യം വിടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പാക് പൗരന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. കേരളത്തിലെ CPIM അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം പാകിസ്ഥാന്റെയും ഭീകരപ്രവർത്തകരുടെയും എല്ലാം നാവായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഇത്തരത്തിൽ കേരളത്തിൽ കഴിയുന്ന പാക് പൗരന്മാരെ ഉടനടി നാട് കടത്തുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BJP സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുതുമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഭാരതത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയാൻ തയ്യാറാകുന്നത്. ലോകത്തിലെ എല്ലാ സംഘടനകളും, ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഈ വിഷയത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയും ഭാരതത്തിന്റെ നിലപാട് ശരിവെക്കുകയും ചെയ്യുകയാണ്. നയതന്ത്ര തലത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കാനും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും അതിനാവശ്യമായ നടപടികളുമായി ഒരു ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിനകത്തുള്ള പോക്കുപൗരന്മാരോട് തിരിച്ചു പോകണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. അതിന് കൃത്യമായിട്ടുള്ള സമയപരിധി നിശ്ചയിച്ചിരുന്നു. ഈ മാസം 27-ാം തീയതിക്ക് മുമ്പേ ഈ രാജ്യത്ത് ജീവിക്കുന്ന പാക് പൗരന്മാരായിട്ടുള്ള ആളുകളെല്ലാവരും അവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമായിരുന്നു. ആ തീരുമാനം എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും അറിയിച്ചിട്ടുള്ളതാണ്. തീരുമാനം നടപ്പിലാക്കാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് എന്നും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർമാർക്കും ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സർക്കുലർ 24-ാം തീയതി തന്നെ എല്ലാ സംസ്ഥാന തലസ്ഥാനത്തേക്കും ജില്ലാ കേന്ദ്രത്തിലേക്കും കിട്ടിയിട്ടുള്ളതാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഒപ്പിട്ട ഒരു സർക്കുലർ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർക്കും ലഭിച്ചിട്ടുണ്ട്. ആ സർക്കുലർ അനുസരിച്ച് കോഴിക്കോട് ജില്ലയിലെ പാക് പൗരന്മാരെ കണ്ടെത്തി അവരെ തിരിച്ചേക്കേണ്ട ചുമതല ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതലയാണ്. ആ ചുമതല നിറവേറ്റാൻ എന്തുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തയ്യാറാകാത്തത്? കോഴിക്കോട് ജില്ലയിലെ ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കോ ജില്ലയിലെ ഭരണകൂടത്തിനോ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുണ്ട് എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ താല്പര്യമുള്ളത് സംസ്ഥാന ഗവൺമെന്റിനാണ്. സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശമനുസരിച്ചാണല്ലോ ജില്ലാ ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന ഭരണകൂടം ഈ കാര്യത്തിൽ ഉദാസീനപരമായി നിലപാട് സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം ഉയരുന്നത്. ഈ സർക്കാരിന്റെ കയ്യിൽ കണക്കുകളുണ്ടല്ലോ. കേരളത്തിലാകെ സർക്കാരിന്റെ കൈവശമുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് 1040 പാക് പൗരന്മാരുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് 27 കഴിഞ്ഞ് ഇന്ന് മെയ് മാസം 5-ാം തീയതിയാണ്. 10 ദിവസമാകുന്നു. ഈ 10 ദിവസത്തിനിടെ കേരളത്തിലെ 1040 പാക് പൗരന്മാരിൽ ഏതെങ്കിലും ഒരാളെ കണ്ടെത്തി ഈ ഗവൺമെന്റ് തിരിച്ചയച്ചു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? നിങ്ങൾ എത്ര പേര് തിരിച്ചയച്ചിട്ടുണ്ട്?
ആ കണക്ക് പ്രസിദ്ധീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ അനധികൃതമായി താമസിക്കുന്ന ടൂറിസ്റ്റ് വിസയിൽ വന്ന് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും കേരളത്തിൽ ജീവിക്കുന്ന ഈ ആളുകളെ കണ്ടെത്തി അവരെ തിരിച്ചേക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകാത്തത്? അതിലെന്ത് രാഷ്ട്രീയമാണ് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഗവൺമെന്റ് ഭാഗത്തുള്ളത്. ഈ കോഴിക്കോട് നഗരത്തിൽ 104 പാക് പൗരന്മാർ ജീവിക്കുന്നുണ്ട്. ഇവിടെ ജില്ലാ കളക്ടർക്കോ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അറിയാമോ ഈ 104 പാക് പൗരന്മാർ ആരാണെന്ന്? നിങ്ങൾ അവരെ തേടിപ്പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവർ അന്വേഷിച്ചിട്ടുണ്ടോ? ഈ നഗരത്തിൽ അവർ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? വിസയുടെ കാലാവധി കഴിഞ്ഞാൽ ഏത് രാജ്യത്തെ പോരായാലും അവർ നാം തിരിച്ചയക്കില്ലേ? ആരാണ് ഈ കോഴിക്കോട് നഗരത്തിലെ പാക് പൗരന്മാർക്ക് താമസിക്കാൻ ഇടത്താവളം ഒരുക്കി കൊടുക്കുന്നത്? ആരാണ് അവർ തൊഴിൽത്താവളം ഒരുക്കി കൊടുക്കുന്നത്? ഈ രാജ്യം തകർക്കാനും ആക്രമിക്കാനും ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനും ഒരു ഭാഗത്ത് പാകിസ്ഥാൻ പരിശ്രമിക്കുമ്പോ ആ പാകിസ്ഥാനിലെ 100-ലേറെ പൗരന്മാർ ഈ നഗരത്തിൽ താമസിക്കുന്നുണ്ട് എന്ന് സർക്കാരിന് വിവരം കിട്ടിയിട്ട് അവരെ കണ്ടെത്താനും തിരിച്ചേക്കാനും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? ജില്ലാ ഭരണകൂടത്തിന്റെ കൈവശം ഇതിന്റെ പട്ടികയെല്ലാം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ല. പിണറായി വിജയന്റെ ഗവൺമെന്റ് ആരെയാണ് ഭയപ്പെടുന്നത്? ഈ പാക് പൗരന്മാരോട് നിങ്ങൾക്ക് എന്ത് വിധേയത്വമാണുള്ളത്? പാക് പൗരന്മാരെ കണ്ടെത്തി തിരിച്ചേക്കണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് എന്താണ് വിധേയത? കാശ്മീരിൽ പോയി ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് വിളിച്ചു പറയുന്ന ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും മുസ്ലിമാണോ എന്ന് ചോദിച്ച് വെടിവെക്കുന്ന ഈ ഭീകരവാദികൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തയ്യാറാണ്. സൂചിപ്പിച്ചത് എന്തിനാണ് ഈ എരുതിയിലെ കണ്ണി ഒഴിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകളോടൊപ്പമല്ലേ മാധ്യമ പ്രവർത്തകന്മാർ നിൽക്കേണ്ടത്? ഒരു പൊതുശത്രുവിനെയല്ലേ നാം നേരിടുന്നത്? ആ പൊതുശത്രുവിനെ നേരിടുമ്പോ ഒരു ഭരണകൂടത്തിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? നിർഭാഗ്യവശാൽ കേരളത്തിൽ ഈ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ, ഒരു വിഭാഗം മാധ്യമങ്ങൾ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ഈ സംഭവം ഉണ്ടായതിനു ശേഷം അങ്ങേയറ്റം രാജ്യസ്നേഹപരമായ നിലപാടുകൾ സ്വീകരിച്ച ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകന്മാരെയും നാം കണ്ടിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ, ആ ചില ആളുകൾക്ക് ഈ രാജ്യം ജയിക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന കേരളത്തിലെ ചില മാധ്യമ തൊഴിലാക്കന്മാർക്ക് ഇത് പിടിക്കുന്നില്ല. അവരാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി കാശ്മീരിലേക്ക് വിഭജനവാദ മനസ്സുമായി ആളുകളെ അയക്കുന്നത്. അവരും ഈ രാജ്യത്തിലെ രാഷ്ട്രീയ നേതൃത്വം, പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വവും സ്വീകരിക്കുന്ന സമീപനം നാം ആലോചിക്കുന്നത് രാജ്യത്തിന് ഗുണകരമാണ്. സൈന്യത്തിന് സമ്പൂർണമായുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന്റെ തിരിച്ചടിയുടെ സമയം കുറിക്കാൻ കോൺഗ്രസുകാരും CPM-കാരും മെനപ്പെടേണ്ട. അതിനർഹതപ്പെട്ടവര് സൈന്യമാണ് അവരെ ചെയ്തത്. അതിനു പകരം പാകിസ്ഥാന് വേണ്ടി സംസാരിക്കാൻ CPM-ഉം കോൺഗ്രസും തയ്യാറാണെങ്കിൽ മറ്റൊരു സമയം നാം കുറിക്കേണ്ടി വരും. ഈ രാജ്യത്ത് ലോകത്തിൽ പാകിസ്ഥാൻ അപ്രത്യക്ഷമാകുന്നതോടൊപ്പം പാകിസ്ഥാന്റെ മനസ്സുള്ള കോൺഗ്രസിനെയും CPM-നെയും ഈ രാജ്യത്തും ഇല്ലാതാക്കാൻ ആവശ്യമായ ഒരു സമയം കുറിക്കാൻ നാം നിർബന്ധിതരാകും. അതിനുള്ള സാഹചര്യം വരികയാണ്. അതുകൊണ്ട് തിരിച്ചറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. BJP വിരോധം മനസ്സിൽ സൂക്ഷിക്കേണ്ട കാലഘട്ടമല്ല ഇത്. നരേന്ദ്രമോദിയെ തുറന്നറിയുന്ന കാലഘട്ടമല്ല ഇത്. ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് ശത്രു രാജ്യത്തെ നേരിടേണ്ട സമയമാണിത്. ആ സമയത്തെ അതിന്റെ ഗൗരവത്തിലെടുക്കാൻ രാഷ്ട്രീയ നേതൃത്വവും മാധ്യമ പ്രവർത്തകന്മാരും തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം, ദയവ് ചെയ്ത് ഇനിയും പോകരുത്. ഇന്നലെ ആ 2 സുഹൃത്തുക്കൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടു പോയത്. ആക്രമിച്ചത് BJP-കാരൊന്നുമല്ല, ആക്രമിച്ചത് കാശ്മീരിലെ മുസ്ലിം സുഹൃത്തുക്കളാണ്. എന്തിനാണ് ആക്രമിച്ചതെന്ന് അവരോട് ചോദിക്കണം നിങ്ങൾ. അതുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇനിയും അത്തരം ആളുകളെ കാശ്മീരിലേക്ക് അയക്കരുത്. ഈ രാജ്യത്തിനോടൊപ്പം നിൽക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ആ ബാധ്യത നിറവേറ്റാൻ തയ്യാറാക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാക് പൗരന്മാരെ തിരിച്ചയക്കണം.
പിണറായി വിജയന്റെ ഗവൺമെന്റ് അത് തയ്യാറല്ല എങ്കിൽ ജില്ലാ ഭരണകൂടം അത് തയ്യാറാക്കണം. അതല്ലെങ്കിൽ ജില്ലാ ഭരണകൂടങ്ങൾ ചെയ്യേണ്ട പണി, ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് സൂപ്രണ്ടും ചെയ്യേണ്ട പണി ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത് എന്ന് മാത്രമേ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നുള്ളൂ. ആ പണി ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. 10 ദിവസമായിരിക്കുന്നു. 27 ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് മെയ് മാസം 5-ാം തീയതിയാണ്. ഇനിയും പാക് പൗരന്മാരെ സ്വൈര്യവിഹാരം നടത്താൻ അനുവദിച്ചാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പിണറായി വിജയന്റെ ഗവൺമെന്റ് ആയിരിക്കും. ആ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ആ ഉത്തരവാദിത്വം കൂടി പിണറായി വിജയൻ ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.